ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വിഷു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുക്കിയ കണി ഇതാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ നല്ല സുന്ദരനായിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിഷു കണി. നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വിഷു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എഡിറ്റിംഗ് ഒക്കെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞ് അതിനുശേഷം അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടൊക്കെ തന്നിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കൈനീട്ടം അച്ഛൻ തന്നെയാണ് എപ്പോഴും തരാറ് കേട്ടോ. അതിനുശേഷം ഭരത്മോനെ കണി കാണിക്കാന്നാണ്. ഈ കൊല്ലത്തെ കണി അവന് സ്പെഷ്യലായിരിക്കും. കാരണം അവനൊരു വിവരം വെച്ച സമയത്ത് കാണുന്നതാണല്ലോ. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏട്ടൻ പോയി അവനെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഉറക്കം അങ്ങോട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം തന്നെ കരച്ചിലായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ അവൻ കണ്ണ് തുറന്ന് കണി കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ആകാംക്ഷയിലായിരുന്നു അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കുന്നുള്ളൂ കേട്ടോ. അവൻ ആദ്യം തന്നെ കണിയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മെല്ലെ 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 കണി കണ്ടു കേട്ടോ കണ്ണനെ. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ഫ്രണ്ടിനെ പോലെയാണ് കേട്ടോ കണ്ണൻ. അവൻ എപ്പോഴും ഇവിടെ ഹാളിൽ കണ്ണൻ്റെ അടുത്താണ് കളിക്കുക. അങ്ങനെ കണിയൊക്കെ കണ്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പടകം പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ 1000 വാല അതാ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പടകത്തിന് തീ കൊളുത്താൻ പോകുന്നതൊക്കെ എടുത്തു. പടകം പൊട്ടുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തോ റെക്കോർഡായില്ല എന്ന് തോന്നുന്നു വീഡിയോ. എന്നാൽ അവസാനമാണ് എനിക്ക് എന്നിട്ട് റെക്കോർഡായത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പടകം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. നിങ്ങളൊക്കെ ഒരുപാട് പടകം വാങ്ങി പൊട്ടിച്ചോ? ഞങ്ങൾ കുറച്ച് പടകേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ ഭരത്തുമോന് കത്തിക്കാനൊക്കെ ഉള്ള പടകം ടൈപ്പാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി അമ്മ പടകം പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും ഏട്ടനും എല്ലാവരും കൂടെ പൊട്ടിച്ചു കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷു തരക്കേടില്ല. എന്നാലും അജയേട്ടനില്ലാത്തൊരു കുറവ് എന്തായാലും ഉണ്ട് കേട്ടോ. കണി ഒരുക്കുമ്പോൾ ഒക്കെ അജയേട്ടനെ ഞങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെയിൻ എല്ലാത്തിനും മുന്നിൽ അജയേട്ടനായിരുന്നു. എന്തായാലും മിസ്സിങ്ങോടെ ഞങ്ങൾ കണി കണ്ടു. അങ്ങനെ പടകമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അമ്പലത്തിൽ കണി കാണാൻ പോകണം. ഉണ്ണിക്കണ്ണൻ അവിടെ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതാ പടകം നല്ല പൊട്ടിക്കലാണ് കേട്ടോ അമ്മയും ഏട്ടനും ഒക്കെ. ഇനി ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കോടിയൊക്കെ ഇട്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോകണം. ഭരത്തുമോൻ പടകം പൊട്ടിക്കുന്നത് നോക്കിയിരിക്കാൻ കേട്ടോ. അവന് പേടിയാണ്. അവനിങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ശരിക്കും ഇപ്പോഴാണ് കണിയിലേക്ക് നല്ലപോലെ നോക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ച് അപ്പവും ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിലേക്ക്. അതിനിടയിൽ അവൻ കുറച്ച് കമ്പിത്തിരിയൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഈ പ്രാവശ്യം പടകം പൊട്ടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിതാ ഈ മേശാപ്പൂ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേശാപ്പൂ ഒക്കെ കത്തിച്ചിട്ടോ. അവിടെ ഇവിടെ ഒരുപോലെ വെച്ചിട്ട് കത്തിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ ഞാനും അമ്മയും. പക്ഷേ പ്ലാനൊക്കെ പാളി. ഞാൻ കത്തിച്ച് കുറേ കഴിഞ്ഞ ശേഷം അമ്മ കത്തിച്ച് അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ മാറി ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് പടകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടകം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഇതാ ഈ മേശാപ്പൂ ആണ് കേട്ടോ ഇഷ്ടം. ഈ മേശാപ്പൂവിന് ശരിക്കും എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് നമുക്കിങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഒരു മനസ്സ് കാണുക എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളൊരു സമാധാനമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസ് ഇടുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഈ വർഷത്തെ വിഷു എല്ലാവർക്കും നല്ല സന്തോഷവും ഐശ്വര്യപൂർണ്ണമായ വിഷു ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ. എല്ലാ വർഷവും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. അങ്ങനെ ഇവിടെ അപ്പത്തിൻ്റെ കൂടെ അടയും കൂടെ ഉണ്ടാക്കും കേട്ടോ വിഷുവിന്. അപ്പോൾ തലേന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാൻ മറക്കണ്ട കേട്ടോ. ഭരത്തുമോനെ കൈനീട്ടം കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അവന് വേണ്ടാന്ന് പറഞ്ഞാണ് അവൻ കരയുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൻ വാങ്ങി അച്ഛമ്മ കൊടുക്കുമ്പോൾ അവൻ എന്തോ വേണ്ട, അവന് പോകണം, അമ്പലത്തിൽ പോകണം എന്നുള്ള തിരക്കാണ് കേട്ടോ അവന്. ഒരു വിധത്തിൽ അച്ഛമ്മ അവന് കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ഏട്ടൻ്റെ വക എനിക്കും അമ്മയ്ക്കും വാവയ്ക്കും കൈനീട്ടമൊക്കെ കിട്ടിട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കോടിയൊക്കെ എടുത്ത് നമ്മൾ അമ്പലത്തിൽ കണി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാനും ഭരത്തുമോനും കൂടെ. അവന് പോകാൻ ഭയങ്കര തിരക്കായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് ഞങ്ങൾ അമ്പലം. അവിടെ പോയി ഞങ്ങൾ കണിയൊക്കെ കണ്ടു കേട്ടോ. നല്ല ഉഷാറ് കണിയായിരുന്നു. അങ്ങനെ കണിയൊക്കെ കണ്ട് അവിടെ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. അവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ചുവന്ന പട്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് തരിക. അതിനുശേഷം ഞങ്ങൾ നേരെ തറവാട്ടിൽ പോയി തറവാട്ടിലെ കണിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇനി നമുക്ക് പല കലാപരിപാടികളുണ്ട് ഗൈസ്. ഉച്ചക്കത്തേക്കുള്ള നല്ല അടിപൊളി സദ്യയും ഫുഡൊക്കെ ഉണ്ടാക്കണം, പായസമൊക്കെ ഉണ്ടാക്കണം. അതിന് ഭരത്തുമോൻ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അവന് ഉറക്കത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ എണീറ്റതുകൊണ്ട്. അപ്പോൾ അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ബാക്കി പണികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഉറക്കിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് സദ്യയിലേക്ക് കിടക്കാം. സദ്യ എന്ന് പറയുന്നത് ഇവിടെ മീൻകറിയും ചിക്കൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം കൂടി കൂട്ടിയതാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെയായിരുന്നു വിഷുവിന് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ മീൻകറി, മീൻ പൊരിച്ചത്, സാമ്പാർ, ചെമ്മീൻ ഫ്രൈ, ഉപ്പേരി, പിന്നെ നമ്മളെ പായസം,
പപ്പടം, തൈര്, അച്ചാറ്, പുളി ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സദ്യ. നിങ്ങളുടെ സദ്യക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ച് ഭരത്തുമോൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സദ്യ കഴിച്ചത് കേട്ടോ. അതിനുശേഷം ഇവിടെ വിഷു ആകുമ്പം നമ്മൾ അപ്പവും അടയും പായസമൊക്കെ നമ്മൾ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും. അവരുടെ പെരുന്നാളാകുമ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ തന്ന വീഡിയോ ഞാൻ ഇട്ടത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതാ ഞങ്ങൾക്ക് വൈകുന്നേരം ആയപ്പോൾ അതായിരുന്നു പരിപാടി. അങ്ങനെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിങ്ങനെ വിഷുവിൻ്റെ സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അതിനിടയിൽ ഒരു പണി കിട്ടി ഗൈസ്. നമ്മളെ കിണറ്റിലേക്ക് ഒരു പൂച്ച ചാടി. കിണറിൽ മീനുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആശാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നല്ല മുട്ടൻ പണിയാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അതിനായിട്ട് എങ്ങനെയൊക്കെയോ കയറ്റി. അതിനുശേഷം ഞാനും ഏട്ടനും ഭരത്തുമോനും കൂടെ ഒന്ന് ബീച്ച് വരെ പോകാമെന്ന് വിചാരിച്ച്. വേറെ എവിടെയല്ല, നമ്മളെ പൊളിമൂട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വൈകുന്നേരം അവിടേക്ക് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, വിഷു പെരുന്നാളൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. നമ്മളെ കോഴിക്കോട് ബീച്ച് പോലെ തന്നെ പുളിമൂട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും ഭരത്തുമോനും ഇതാ ബോട്ടൊക്കെ പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നമ്മളെ കടൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പുറം കാണുന്നത് നമ്മുടെ ചാലിയാണ് കേട്ടോ. ഇവിടുന്ന് ജങ്കാറിൽ നേരെ പോയാൽ ചാലിയത്ത് കേട്ടോ. ചാലിയത്തുള്ള ആ പുളിമൂട്ടിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ സന്ധ്യ ആയി വരുന്നുണ്ട് സമയം. ഞാനും ഏട്ടനും ഭരത്തുമോനും ഇങ്ങനെ അവിടെ ഇരിക്കാൻ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചൊരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസും ചായയും പിന്നെ ഒരു കടുക്ക പൊരിച്ചത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ തീർന്നു പോയി. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. ഭരത്തുമോന് എരിവുണ്ട്, എന്നാലും അവന് ഞങ്ങൾ കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെറുതായി അവനും കഴിച്ചു. അങ്ങനെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു തണുത്തത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐശ്വര്യതി കഴിച്ചു കേട്ടോ. കുറേ ആയിട്ടുണ്ടായിരുന്നു ഐശ്വര്യതി കഴിച്ചിട്ട്. അപ്പോൾ മിക്സാണ് കേട്ടോ വാങ്ങിയത്, എരിവും മധുരവും കൂടെ കൂടിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ പടകമൊക്കെ പൊട്ടുന്നതുണ്ട്. അങ്ങനെ വീട്ടിലെത്തി നമ്മളുടെ ബാക്കി പടകം പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഭരത്തുമോൻ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പാട്ട് പാടാൻ ലാ 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 പാട്ടൊക്കെ പാടിയിട്ടാണ് അവൻ കമ്പിത്തിരി കത്തിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. എന്തായാലും ഈ വിഷു നമുക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ വിഷുവും അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്ത വിഷുവിന് നമ്മൾ അജിയായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളിങ്ങനെ ഈ വിഷു ആഘോഷിച്ചു കേട്ടോ. അപ്പം ഇനിയൊന്നും പറയാനില്ല. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ തലേന്നത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് പോയി കാണാൻ മറക്കരുത്. അപ്പോൾ ബൈ.